ഗീത ഇജ്ജേ സോഡിയം കുറവാണ് പറഞ്ഞാണ്ട് അമ്മനെ ഇങ്ങനെ പെരയിലിട്ടിട്ട് കാര്യമില്ല. എവിടെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുപോവുക, എന്നാലേ ഇപ്പൊ അതിന്റെ ആ സോക്കട് മാറുള്ളൂ. ആചാരക്ക, അമ്മയ്ക്ക് സോഡിയം കുറവൊന്നല്ല. അത് ഞാൻ അമ്മേന്റെ മുന്നിൽ നിന്ന് പറഞ്ഞതാണ്. തലയ്ക്ക് നരമ്പിന് ബ്ലോക്കാണ്. അമ്മയ്ക്ക് പ്രായം കുറേ ആയില്ലേ. ഞാൻ ചന്നിയാന്നാ വിചാരിച്ചത്. ഡോക്ടർ അടുത്തേക്ക് പോയപ്പോഴാണ് നരമ്പിന് ബ്ലോക്കാണെന്ന് പറഞ്ഞത്. ഓപ്പറേഷനൊക്കെ പറഞ്ഞു. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ ആചാരക്ക ഒന്നും ചെയ്യാൻ. അതിനപ്പോ ഓപ്പറേഷൻ ചെയ്തിലൊന്നും നടക്കൂല. പ്രായം കുറെ ആയതല്ല ഇജ്ജ് പറഞ്ഞമാർക്ക് തന്നെ. അത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പെരയിലിടാൻ പറ്റൂല. ആശുപത്രിയെ കൊണ്ടുപോയിക്കാണ്ടേ നല്ല ചികിത്സ കൊടുക്കുക. ആശുപത്രി കൊണ്ടുപോയാലേ ഓല് നേരിട്ട് ഐസിക്ക് ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ 20,000 30,000 നിറഞ്ഞ ബില്ല് ഇങ്ങനെ തരും. അതൊക്കെ പടക്കാൻ എന്നെ കൊണ്ട് പറ്റുക? അല്ലടി എൻ്റെ ആങ്ങളെ ഗോപിയെ ഇങ്ങോട്ട് വരവും അമ്മനെ നോക്കലൊന്നും ഇല്ലേ? ഏട്ടൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. ഏട്ടനെ എടുത്തിമ്മയും കൂടെ അന്ന് അമ്മേനോട് തിരക്കൂടി അന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഇതുവരെ ഈ പടി ചവിട്ടിയിട്ടില്ല. എന്താ വർത്താനം കൂടെ ഇതുവരെ ചോദിച്ചിട്ടില്ല ഓല്. ഞാൻ ഈ ചട്ടക്കമ്പനിക്ക് പോയിട്ടാണ് ഞങ്ങൾ രണ്ടാളും ചിലവ് ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം, ഒരാൾ ഞങ്ങളൊരു കാര്യം ചോദിക്കലില്ല. നിങ്ങളാണ് പിന്നെ എപ്പോഴെങ്കിലും അമ്മേൻ്റെ വർത്താനം ചോദിക്കലോ, ഒന്ന് കാണാൻ വരലോ. വേറെ ആരും ഇതുവരെ ഒരു മനുഷ്യന് അമ്മേൻ്റെ വർത്താനം കൂടി ചോദിക്കലില്ല, അയൽവാസികൾ പോലും. ഞാനടി ഇടക്കിടക്കൊണ്ട് വരേണ്ടതേ. എൻ്റെ അമ്മാൻ്റെ ചെങ്ങാഴ്ചയാണ് എൻ്റെ അമ്മ. അതിനൊന്ന് കാണാൻ വരികയാണ്. എന്നെ കുട്ടിക്കാലത്തൊക്കെ നല്ല നോക്കിക്കണു എൻ്റെ അമ്മ. എൻ്റെ ആങ്ങളെ ഗോപിനൊക്കെ അത് എങ്ങനെ നോക്കിക്കണമെന്ന് എനിക്കറിയോ. ഓനൊക്കെ നോക്കലേറിയിട്ടാണ്. അമ്മേ പായത്തലക്കിൽ കിടക്കണ വരെ പണിക്ക് പോയിട്ടേ ആ പൈസ ഓരോന്ന് പറ്റി പറഞ്ഞോ വാങ്ങിപ്പോവും. ആയിക്കോട്ടെ, ഓൻ എങ്ങനെ കാട്ടട്ടെ. ഓനുണ്ടല്ലോ 3 വളർത്തണേ. ഓൻ അത് അനുഭവിച്ചിട്ട് ഓൻ ഇവിടുന്ന് പോവുള്ളൂ. ഇജ്ജ് അങ്ങനെയൊന്നും പറയണ്ടടി. എൻ്റെ അമ്മ പെറ്റേനല്ലേ ഓനി, എൻ്റെ കൂടെപ്പറപ്പന്നല്ലേ. പിന്നെ അമ്മനെ നാളെ ആശുപത്രിക്ക് കൊണ്ടുപോകണം. ഇത് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേനൊന്ന് ഒരുങ്ങിക്കോണ്ടി അമ്മനെ ഒരുക്കിക്കാണ്ട് ഞാൻ വണ്ടിയായിട്ട് വരണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടിയാണ് പോവാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയിക്കാണ്ട് അഡ്മിറ്റ് ആക്കാം. അതിന് വരേണ്ട പൈസ എത്ര വെച്ചാലേ ഞാൻ എൻ്റെ ചെക്കനോട് വിളിച്ച് പറഞ്ഞു കാണ്ട് ഓരോണ്ട് അയക്കാൻ പറയാം. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല കേട്ടോ ആചാരക്ക, നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടാ. ഞാൻ എന്നോട് വർത്താനം പറഞ്ഞു നിൽക്കല്ലടി. ഞാൻ പോട്ടെ, ഒരുപാട് ചുറ്റുപാടുണ്ട്. ഞാൻ നാളെ രാവിലെ ആണ് വരാം കേട്ടോ. അജുമാത്ത, നിങ്ങളന്ന് അടുക്കളയില് ഇന്നെന്താ നിങ്ങളെ പണിക്കാരത്തി വന്നിട്ടില്ല? ആടി, ഇന്ന് സുബൈദ വന്നിട്ടില്ല. ഓളെ വകയിലെ ഒരു കുടുംബത്തിലെ കല്യാണ മുടിയാഴ്ചയിൽ എന്തൊക്കെ ഉണ്ട്. അല്ല, ഓളെ ഇടയ്ക്കിടയ്ക്ക് ലീവാ ഉള്ളപ്പോ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോ ബുദ്ധിമുട്ടല്ലേ? എന്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ശമ്പളം കൊടുക്കുമ്പോ അങ്ങനെ ഒന്നല്ല ഓക്ക്. അത് കണക്ക് പറഞ്ഞു ഓള് മേടിച്ചും. കുട്ടിക്ക് സുഖമില്ല, മാപ്പിളക്ക് പണിയില്ല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട്. ഈ സുബൈദ ആദ്യം ഉമ്മറാജീന്റെ കൂടെ ആയിരുന്നില്ലേ? അന്നേരം ഇങ്ങനെ തന്നെയാണേ. എന്നിട്ട് ആ സെക്കീനകത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും ഓളെ ഇടയ്ക്കിടയ്ക്ക് വരൂലെന്ന്. അങ്ങനെ ഒഴിവാക്കിയതാണോ ഓലോടുന്ന അവളെ? അതൊക്കെ ഇച്ചറിയാം. ഓള് ഇവിടെ നിൽക്കാണ്ട് നോരോഴിച്ചപ്പോ ആചാരൊക്കെ ഇവിടെ നിന്നോന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഇവിടെ പണിക്ക് നിന്നതാണ് ഓള്. അല്ല അജുമാത്ത, നിങ്ങളെ കയ്യുമ്മലല്ലേ വലിയ വലിയ കടകവളകള് കണ്ടിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഇപ്പൊ എന്താ ചെറിയ വള ഇട്ടുന്നേ? ആടി, ഇതിന്റെ പണ്ടത്തെ വളാളാണ്. ഇതാ പെട്ടിയിലിരിക്കേനു. പിന്നെ എന്റെ ആ വലിയ ഘടകങ്ങളൊക്കെ ഇപ്പൊ സ്വർണത്തിന് വില കൂടിയതല്ലേ, കള്ളന്മാരെ ശല്യം ഉണ്ട്. അപ്പൊ ലോക്കറിൽ കൊണ്ടുവച്ചതാണ്. അതേതായാലും നന്നായി കേട്ടോ. ആചാരാക്ക ഇവിടെ ഉണ്ടാവൂല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ എപ്പോഴും ഇവിടെ. കള്ളന്മാരെ ശല്യാണെങ്കിൽ നല്ലോണം ഉണ്ട്. ഇനി അല്ല, ദുബായിന്ന് മോനും മരുവളൊക്കെ വിളിക്കലില്ലേ? ഓല് ദിവസം കണ്ടുകാണ്ട് വിളിച്ചലുണ്ട്. ഓൽക്ക് സുഖം തന്നെയാണടി. പിന്നെ അജുമാത്ത, ഞാൻ വന്നതേ നിങ്ങളടുത്തൊരു 5,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ തരി. ഞാൻ 4 ദിവസം കൊണ്ടാണ് തരാം. അല്ലടി, ഇജ്ജ് നാളെ ഇന്റെ അടുത്ത് 2,000 ഉറുപ്പ്യ വേങ്ങിക്കൊണ്ടേനില്ലേ? അത് ഇജ്ജ് മറന്നോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഞാൻ ആ പൈസയും കൂട്ടി 7,000 ഉറുപ്പ്യ ഞാനാണ് തരണ്ട്. എടി, ഇന്റെ കൈക്കപ്പൊ ഒന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പനക്ക് ഞാൻ അടുത്ത് തന്നീന്നു. അപ്പൊ നിങ്ങളടുത്ത് ഇല്ലല്ലേ? ഞാനേ അടുപ്പത്ത് അരിയിട്ട് പോന്നത്, അത് വേറെ ഉണ്ടാവും. ഞാൻ പോയി നോക്കട്ടെ. എന്നാ തള്ളേൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നിട്ടൊന്നല്ല, പൂത്ത കാശാണ്. എന്നാലും മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യൂല. ഇങ്ങനത്തെ ഒരു തള്ളേനെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അല്ല, എത്ര ഇങ്ങോട്ട് വന്നൊക്കെണ്ട്? ഇതൊക്കെ ഇപ്പൊ നമ്മളതാണല്ലോ. അത് എനിക്കറിയാലോ. 4 ഏക്കറുണ്ട്. ഇജ്ജ് ഞാൻ പറയണത് ആരോടും പറയണ്ട. ഞമ്മക്ക് ആ തിരക്കൽ ആ റോഡ് സൈഡില് ഒരു 50 സെന്റ് കൊടുക്കണം. ഇതെത്തിനപ്പോ ഇത്ര അർജന്റായിട്ട് ബുക്കണി കണ്ണായ സ്ഥലം? ഇച്ച് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ട്. ഇന്റെ ആ കൊടകിലുള്ള കുട്ടിയാതിയില് മൂത്തോളെ കെട്ടിച്ചാനായി. പറച്ചമ്പുരാന്, ആ കുട്ടീനെ കെട്ടിച്ചാനായ? എന്നിപ്പ കല്യാണം കഴിഞ്ഞ് ഞമ്മള് പോയി ഒപ്പിട്ടത്ത് നിക്കാൻ ഇന്നലെ കഴിഞ്ഞ മായി തോന്നുക. അല്ല, അവിടുത്തെ അമ്മായിമപ്പ ഉണ്ടോ? അത് 2 കൊല്ലം മുമ്പ് മരിച്ചേക്കുന്നാടാ. നല്ല ഐറ്റും വീട്ടില് പമ്പറന്നോളയുന്നു.
അതേമാതിരിയാണ് നിങ്ങളെ പെണ്ണുങ്ങളും. അല്ല അവിടുന്ന് ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞതേ ഇവിടെ ഇപ്പൊ ഈ കാലം വരെ ആരും അറിഞ്ഞേക്കണം. എനിക്കറിയില്ല മാമുട്ടിയെ, 10-22 കൊല്ലായി അത് കഴിഞ്ഞിട്ട്. ഇവിടെ ഒരു പൂച്ച കുട്ടി അത് അറിഞ്ഞിട്ടില്ല. അന്നേ ഞാനല്ല നിങ്ങളൊപ്പം ഉണ്ടായിരുന്നത്. ഞാൻ ഒരു മഹ്ലൂക്കിനോട് ആ കാര്യം പറഞ്ഞിട്ടില്ല. അന്ന് നിങ്ങൾ ആ മരക്കച്ചവടത്തൊക്കെ ഇങ്ങനെ കത്തിപ്പൊന്തിക്കുന്ന സമയമാണല്ലോ. അന്ന് ആർക്കും പറ്റും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ പറമ്പച്ചോടത്തിന് അന്നെ വിളിച്ചത്, ഒരു കുട്ടി അറിയരുത്. ഇന്ന് നിങ്ങൾ കാര്യം ഏൽപ്പിച്ചാലേ അത് നമ്മൾ രണ്ടാളല്ലേ വേറൊരാളെ അറിയില്ല. എന്നാലും ഇജ്ജേ അതിന് തരപ്പെത്തിയ പാർട്ടിനെ കൊണ്ടുവരേ ഒരാഴ്ച കൊണ്ട് എല്ലാ പരിപാടിയും ക്ലിയർ ആക്കണം. ഇതൊരു വലിയ കോളാണല്ലോ. 10 സെന്റ് തേലും 5 ലക്ഷം ഉറുപ്പ്യ നമ്മൾ സെന്റിന് കൂട്ടിയാലേ 2-2.5 കോടി ഉറുപ്പ്യായി. അതിന് ചെറുകിട പാർട്ടിയൊന്നും പോരാ. അപ്പൊ നല്ല പാർട്ടി തന്നെ വേണം. കുറച്ച് സാവകാശം കിട്ടിയ നന്നായിരുന്നു. ഇപ്പൊ ഒക്കെ കായുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ലേ? ആ തേലൊക്കെ കണ്ണും ചിന്തി ആർക്കും കൊടുത്തൂടെ? ഏതായാലേ ഞാൻ നോക്കട്ടെ. പിന്നെ എല്ലാരും ഇതിന് പറ്റൂല്ലോ, കാരണം ഇത് സ്വകാര്യത്തിലുള്ള പരിപാടിയല്ലേ. പിന്നെ നമ്മളെ വിഷയം എന്താ വെച്ചാൽ നമ്മളിവിടെ ഇപ്പൊ കൂടിക്കേണ്ടത്, നമുക്ക് മൂത്രപ്പരന്റെ പള്ളിക്കല ടൈൽസ് ഫുള്ള് മാറ്റാം. ഒരുപാട് പഴക്കമുള്ള ടൈൽസാണ്. പിന്നെ പൈപ്പുകൾ മൊത്തം അയലുങ്ങല് ഒതുണ്ടാക്കുന്ന സൗകര്യം എല്ലായിടത്തുള്ള മാതിരി നമുക്ക് ഇവിടെ അതിലേറെ സെറ്റപ്പ് ആക്കണം. പിന്നെ പെയിന്റിങ്, ഏതെങ്കിലും പെയിന്റിംഗ് ഒന്നും വാങ്ങിയിട്ട് പറ്റില്ല. നല്ല കമ്പനി നല്ല പെയിന്റ് വാങ്ങിയിട്ട് പള്ളിക്ക് വേണ്ടിയിട്ട്, അള്ളാന്റെ വീടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നല്ല നിലവാരമുള്ള പെയിന്റ് എടുക്കാം. എല്ലാം കഴിഞ്ഞിട്ട് നോമ്പിന്റെ മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കാർബറ്റിന്റെ പണി കൂടി, അതായത് കാർബറ്റ് പുതിയത് നമുക്ക് വിരിക്കണം. അതും നല്ല ക്വാളിറ്റി വാങ്ങിയിട്ട്. എന്താ നിങ്ങളെ അഭിപ്രായം? അതിനൊരു 15 ലക്ഷം റുപ്യ 16 ലക്ഷം റുപ്യ ഇവിടെ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക്. കൂടാതെ ഇനിയിപ്പോ ഒരു 7 ലക്ഷം കൂടി പിരിഞ്ഞു കിട്ടേണ്ടി വരും. 16ഉം 7 23 ലക്ഷം റുപ്യ ഇതിന് ചെലവ് വരും. അപ്പൊ നമ്മളൊന്ന് കാര്യമായിട്ട് ജനങ്ങളടിക്ക് ഇറങ്ങിയിട്ട് ബാക്കി 7 ലക്ഷം കൂടി പിരിച്ച് നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ ഇത്രയും ഫണ്ട് തന്നെ നമുക്ക് മാറ്റിയേക്കാൻ കഴിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാലേ 2-3 സ്ത്രീകൾ ഇപ്പൊ അടുപ്പിച്ച് മരിച്ചു. അപ്പൊ അവരടുത്ത് നിന്ന് കുറച്ച് ഫണ്ട് നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ സ്വർണത്തിന് ഇപ്പൊ വലിയ വിലയാണല്ലോ. അതല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ മഹലിലൊക്കെ സാധാരണക്കാരാണ്. കുറച്ച് പൈസക്കാരൊക്കെ ഉണ്ട്, ഉള്ളൂ ഇല്ലാത്തതും സമ. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല. നമ്മളിപ്പോ എത്ര സ്ഥലത്ത് നിക്കാവിന് പോകുന്നുണ്ട്. നമ്മളിവിടുന്ന് ഓരോരോ ബന്ധങ്ങൾ നടക്കേണ്ടിയില്ലേ? എന്തോ ഒരു സെറ്റപ്പാണ് ആ പള്ളിയൊക്കെ. നമ്മൾ തന്നെ സ്വകാര്യപരമായിട്ട് പറഞ്ഞില്ല എന്താ അവിടുത്തെ സെറ്റപ്പ് എന്ന്. അവിടെ കുറേ സാമ്പത്തികം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിട്ടാണ് ആ പള്ളി ആ കോലത്തിൽ സെറ്റപ്പാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കി നിന്നിട്ടും കാര്യമില്ല. നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ മാലിലാണ് പറഞ്ഞുകാണ്ട് നമ്മൾ സജീവമായിട്ട് ബിസ്മി ചൊല്ലിയിട്ട് പടച്ചോനെ തവക്കല് വെച്ചാണ്ട് ഇറങ്ങിയാൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹ് സാധിപ്പിച്ചു തരും. നമ്മളെ മഹലിലാകെ 100-400 പേരക്കാരേ ഉള്ളൂ. മുക്കാലും സാധാരണക്കാരാണ്. പിന്നെ കുറച്ച് പഴയ പണക്കാരുള്ളത്, ഒന്ന് ഉമ്മറാജി, ഒന്ന് സലാമാജി, ഒന്ന് നമ്മളെ കോമോജി, ഇവരൊക്കെയാണ്. ഓരോരുത്തൊക്കെ ചെന്നാൽ 10ന്റെ പൈസ കിട്ടൂല. അതൊക്കെ ഇപ്പം നമുക്ക് അറിയണ കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം മറ്റ് മഹലിനെ താരതമ്യപ്പെടുത്തിക്കാണ്ട് എങ്ങനെ പോയി നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളെ നാട്ടിലെ 10 റുപ്യന്റെ പൈസ ഉള്ളൂല് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യാ? ഞാനേ അന്നോട് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളെ ബീരാനാജിന്റെ മോനെ നമുക്ക് പള്ളിപ്പണിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടല്ലോ. ഇത് ഒന്നും കൂടി ചോദിച്ചോക്കെ. എന്തായാലും ഓൻ കുറച്ചും കൂടി തരാതിരിക്കൂല. ഓൻ തരാന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഇനി ഈ പിരിവിന്റെ ഒരു ആവശ്യം വരുമല്ലോ. എന്താ നിങ്ങളീ പറയേണ്ടത്? വീരാനാജിന്റെ മോൻ കുറച്ച് പൈസ തന്നു, ഒരാൾ ഇങ്ങനെ തെരഞ്ഞെടുത്ത് വെച്ചിട്ട് ഓനെ തന്നെ പിജാൻ നടക്കണ്ടല്ലോ. മഹലിലുള്ളവർക്കൊക്കെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ, പള്ളിന്റെ കാര്യമല്ലേ. നിങ്ങൾ പറയണമൊക്കെ ശരി തന്നെയാണ്. ഏതായാലും അബ്ബാസിനെ ഇന്ന് രാത്രി വാട്സാപ്പിൽ ഒന്ന് വോയിസ് വിട്ടോക്കട്ടെ. അവന്റെ മറുപടി എന്താന്ന് നമുക്ക് നോക്കാലോ. ഇജി എത്രയും മരുന്ന് കുടിച്ചിക്കണു മാനോ, എന്നിട്ടും എനിക്കൊരു ഊരവേദനക്ക് ഒരു കുറവൊന്നും ഇല്ലേ? മരുന്ന് കുടിച്ച് മടുത്തു എൻ്റെ അമ്മ. നാളിപ്പോൾ ഒരു എക്സ്റേ എടുത്തു, അതിനും ആയി 100-300 റുപ്യ. ഇനിയിപ്പോൾ അതൊന്നും പറ്റൂലല്ലോ. ഇനിയിപ്പോഴത്തെ MRI സ്കാൻ എടുക്കണമല്ലോ, അതിനാണെങ്കിൽ 4000 റുപ്യ വേണം. എൻ്റെ അടുത്താണെങ്കിൽ 1 റുപ്യ ഇല്ല. ഡോക്ടർമാർ പലതും പറയും, അതിനനുസരിച്ച് നമ്മളിങ്ങനെ ആടാൻ നിന്നാലേ പൈസക്ക് നല്ല മുടക്കും ഉണ്ടാവും. ആ സ്ഥിരം കാണിച്ചിരുന്ന ഡോക്ടറാണ് ഇപ്പോൾ MRI എടുക്കാൻ പറഞ്ഞത്. അപ്പം ഞാനും തന്നെ അത് എടുക്കാനാവില്ല വെച്ചിട്ട് വേറൊരു ഡോക്ടറെ കാണിച്ചു നോക്കി. അയാളും പറഞ്ഞത് ഈ സ്കാനിങ് എടുക്കണം എന്ന് തന്നെയാണ്. എൻ്റെ അടുത്താണെങ്കിൽ പൈസ ഇല്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവും എടുക്കാൻ? ഇച്ച എവിടുന്ന പൈസ? ഇച്ച നോട്ട് ഇങ്ങനെ അട്ടിയേക്കണ പണി അവിടെ. ഇജ് ഓരോ കാരണം പറഞ്ഞിക്കാണ്ട് ഇങ്ങനെ വരും. പൈസയൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാവും, ഇത് തരാനാവില്ല വെച്ചിട്ടാണ്. ഇച്ചിപ്പോൾ ഒരു ആൺകുട്ടികൾ വിചാരിച്ചല്ലേ നയിച്ച് കൊടുന്നേരാം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൂടപ്പുറപ്പല്ലേ, അപ്പം ഇത് തരും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഉണ്ടെങ്കിൽ അത് കൊണ്ടോ. കൂടപ്പുറപ്പൊക്കെ തന്നെയാണ്. എൻ്റെ അവസ്ഥ എനിക്കറിയാം. പിന്നെ എൻ്റെ അടുത്ത് 1 റുപ്യ എടുക്കാനില്ല മാനു. എൻ്റെ അടുത്ത് ഒന്നുമില്ലേ.
എന്നാ ഞാൻ അളിയാക്കാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അളിയാക്കാനോട് ചോദിച്ചൊന്നും വേണ്ട. അതാണെങ്കിലോ ആരേലും ഒരു 10 റുപ്യ ചോദിച്ചാൽ അപ്പം എടുത്തു കൊടുക്കും. ഇജ്ജ് അളിയാക്കാനോട് ചോദിച്ചാൽ ഇച്ചൊരു നാണക്കേടാണ്. ഞാൻ എൻ്റെ ആവശ്യത്തിന് അതിനോട് ചോദിച്ചു, അതിനെനക്കത്താ നാണക്കേട്. പിന്നെ എൻ്റെ നാത്തൂനെ മോണ്ടല്ലോ കുഞ്ഞോന്, ഓനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും കൊണ്ടെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു വണ്ടി വാങ്ങി പേരതുണ്ടാക്കണു, ഇതൊക്കെ എവിടുന്നോന്? ഓൻ്റെ അടുത്ത് 10 പൈസ ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പൈസക്കാരനായി മാറിയിരിക്കണു. അതൊക്കെ ഓന് ഇവിടുന്ന് നല്ലോണം കൊടുത്തിട്ടല്ലേ, അല്ലാതെ ഓൻ വേറെ പണിക്കൊന്നും പോകണില്ലല്ലോ. അതിനെ പറ്റിയൊന്നും അറിയില്ല. അത് വാപ്പി മോനും നടത്തുന്ന പരിപാടിയല്ലേ. ഇജ്ജ് ഇനി അവിടെയും ഇവിടെയും പോയി അതൊന്നും പറയണ്ട. അന്ന് നിങ്ങളൊരു കാര്യം കരുതിക്കോളി, ഓനെ നല്ല അടിവലി വലിച്ചിട്ടുണ്ട്. കത്തിയും കൗത്തും ഓൻ്റെ അടുത്തല്ലേ കൊടുത്തേക്കുണ്ട്. അളിയാnkക്കതൊന്നും അറിയില്ല. അങ്ങനൊന്നും ഉണ്ടാവൂല. ഇജിപ്പോ അത് പറഞ്ഞപ്പോ ഇച്ചൊരു എക്കച്ചങ്ക. എന്നാ ചങ്കിച്ചണ്ടഞ്ഞി അബ്ബാസിനോടും അളിയാങ്കാനോടെ ഓനൊന്ന് ശ്രദ്ധിച്ചാൻ പറയോണ്ടി. ഓന് പൈസ ഇങ്ങനെ കുറുന്നനെ അയച്ചെടുക്കണ്ട, അതൊന്നാണ് നിർത്താൻ പറയോണ്ടി. എടാ തേപ്പും വൈറ്റ് വാസും ഇപ്പൊ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത് പണി എടുപ്പിച്ചാണ് ഇപ്പൊ കരുതിക്കണ്ടേ? അബ്ബാസായിട്ട് എനിക്ക് വിളിച്ചിന്നാ? ഓൻ വിളിച്ചിന്നേ. ആ, ഈ കോണിന്റെ സ്റ്റെപ്പൊക്കെ ഓൻ പറഞ്ഞത് ഗ്രാനൈറ്റ് ആക്കാന്നാണ്. പിന്നെ ബാത്റൂമിൽ ടൈലൊട്ടിക്കാണ്ട്, പിന്നെ അടിയിലും ടൈലൊട്ടിക്കാനാ പറയണേ. പിന്നെ ആ മറ്റേ ലിഫ്റ്റിന്റെ ആൾക്കാർ വന്നു നോക്കിന്ന്. പിന്നെ കാറ്റിന്റെ പണിയോ? അതിന്റെ സ്വിച്ച് ബോർഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. നോക്കിട്ടാ കല്ലൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ സാധനങ്ങൾ നഷ്ടപ്പെടുന്നു. അത് ക്യാമറ വെച്ചിരിക്കണത്. അതിപ്പോ എന്നാ വെച്ചേ? അതിപ്പോ 4 ദിവസമായി. എന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോയിക്കണോ ഇവിടുന്ന്? അല്ല, ഈ കമ്പിയാളൊക്കെ കുറച്ച് പോയിക്കണ്. ഇതിലിപ്പോ ഈ വയറുണ്ടല്ലോ, അതിപ്പോ വലിച്ചതാണേ. അതിനിപ്പോ ഭയങ്കര വിലയാണ്. 3 വട്ടമായിട്ട് വയറിന് പൈസ കൂടി, ചെമ്പിന് വില കൂടിയപ്പോ കട്ട് ചെയ്ത് കൊണ്ടുപോകൂലേ? വലിച്ചു കൊണ്ടുപോവാണ്. അതാണിപ്പോ പേടി. ഏതായാലും ഡോറൊക്കെ വേഗം വെക്കണം. പിന്നെ മരവട്ടത്ത് നമ്മളാ സ്ഥലത്തെ മജിദാക്ക ഹോട്ടൽ നടത്തുന്നില്ലേ, അതിന്റെ ആ ഭാഗത്ത് കല്ല് വെട്ടാൻ കൊടുക്കുക വെച്ചാണ് ടീം വിളിച്ചു. ഞാൻ എന്താ പറയണ്ടേ? അതൊക്കെടാ അടുത്ത് ഇങ്ങനെ പാർക്കണ ആൾക്കാരുണ്ടല്ലോ, ഓൽക്കൊക്കെ ബുദ്ധിമുട്ടാവൂല അത് ഈ പൊടിയൊക്കെ പാറിക്കാണ്ട്? ഓലോടൊക്കെ ഞാൻ വെറുതെ ചോദിച്ചു. അപ്പൊ നമ്മളെ സ്ഥലം അറിഞ്ഞപ്പോ ഓൽക്കൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറ്റാണ്ട് വെട്ടി താത്തണ്ട, ആ റോഡിന്റെ ഒപ്പം വെട്ടി താത്തിയാൽ മതി. എന്നാൽ തന്നെ 8 കാലം കല്ല് നമുക്ക് കിട്ടും. ഓൽക്കൊന്നും കുഴപ്പമില്ലെങ്കിലേ ഇജെന്ന അബ്ബാസിനോട് ചോദിച്ചാളെ. ഞാനിപ്പോ അതിനെ പറ്റി പറയാൻ എനിക്ക് വല്ലാതെ അറിയില്ല. ഓ എന്താ പറഞ്ഞു വെച്ചാലേ അതിനനുസരിച്ചാണ് ചെയ്താളെ. അല്ല, നമുക്ക് വെട്ടി കഴിഞ്ഞാലേ പിന്നെ വാടകയ്ക്ക് ലീസിന് കൊടുക്കും. നമ്മളങ്ങനെ കിടന്നിട്ടത്തെ കാര്യം. എന്നാ പിന്നെ അങ്ങനെ ചെജ്ജ. പിന്നെ എനിക്ക് അബ്ബാസായിട്ട് വിളിച്ചിന്നോ? ഇന്നലെ മെസ്സേജ് അയച്ചേക്കണ് വാട്സപ്പില് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ആ പള്ളി കമ്മിറ്റിന്റെ ആൾക്കാർ എന്താ ഓനോട് പറഞ്ഞാണ്ട് ഓച്ച് വിളിച്ചിരുന്നു. ആ പള്ളി ഒന്ന് പെയിന്റ് അടിച്ചണം, പിന്നെന്താ ബാത്റൂമത്തെ ടൈൽസ് മാറ്റണം, പിന്നെ അടിയിൽ വിരിച്ചണ അതുണ്ടല്ലോ അതൊക്കെ ഒന്ന് വിരിച്ചണം, കുറച്ച് പൈസ ആണെന്നൊക്കെ പറഞ്ഞാണ്ട് മെസ്സേജ് അയച്ചേക്കണു പറഞ്ഞു. നമ്മളെ മല്ലത്തെ പള്ളി തന്നെയല്ലേ? അതന്നെ. ഓന്നാ കാര്യം എന്നോട് പറയാൻ വിട്ടുപോയേക്കാരം. ഏതായാലും ഞാനൊന്നേ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു നോക്കട്ടെ. ഓനോട് പറഞ്ഞതേ ആ പണി ഞമ്മക്കാണ്ട് എടുപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. എന്നോട് പറയേക്കാരം. അങ്ങനെ പറയുകയാണെങ്കിലേ നല്ല പെയിന്റ് നോക്കി കാണും മേടിച്ചു കൊടുത്താണ്ടി. പള്ളിന്റെ പണിയല്ലേ. അതേമാതിരി അടിയിൽ വിരിച്ചിന സീറ്റും നല്ല തന്നെ ആയിക്കോട്ടെ, ഒന്നും മോശമാക്കണ്ട. അത് പൈസ ഒന്നും നോക്കണ്ട. അതിന്റെ കാർപ്പറ്റൊക്കെ നമുക്ക് നല്ല എടുക്കാം, പള്ളിക്ക് വേണ്ടിട്ടല്ലേ. അത് കാലാകാലത്തിനുള്ളതാണ്. അത് പിന്നെ ഇനി ഓല് തന്നതാണ്. അത് അങ്ങനെ ആയി ഇങ്ങനെ ആയി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചേർത്ത്. ഇത് പെരീക്ക പോട്ടെ ഇനി പോവാ നമ്മള്. ഇക്കുറി ഉത്സവം നമുക്ക് കേമാക്കണം. 3 ആന ചുരുങ്ങിയത് വേണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ. എല്ലാം നമ്മളെ കമ്മിറ്റി കുറി നല്ല ശ്രദ്ധ വേണം. അതുപോലെ ആള് വരുന്ന ഉത്സവമാണ്, നമുക്കത് മോശമാക്കാൻ പറ്റില്ല. പിന്നെ പ്രസിഡന്റെ, നമുക്ക് പരസ്യത്തിനൊക്കെ കുറച്ച് കളർ പ്രിന്റ് ആയിട്ടുള്ള ഇതന്നെ അടിച്ചിറക്കിയിട്ട് കുറച്ച് കടകളിലൊക്കെ നമുക്ക് പരസ്യം കൊടുക്കാം. എന്നാലും കുറച്ച് അവരും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ സംഭാവന തരൂലേ നമുക്ക്? പിന്നെ നാടകത്തിന്റെ കാര്യം തമ്മിലത്തെ ബാബോട്ടെ ഏറ്റവും ഉണ്ടോ? അത് പിന്നെ എല്ലാ വർഷവും മൂപ്പരനെ കേൾക്കാറ്. അതങ്ങനെ ആയിക്കോട്ടെ. അന്നദാനത്തിന്റെ കാര്യം നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ സ്പോൺസർമാരും ഏറ്റിട്ടില്ല. അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 4000-4500 ആള് ഉണ്ടായിരുന്നു സദ്യക്ക്. പ്രാവശ്യം എന്തായാലും കൂടും. 5000ന്റെ മുകളിൽ ആള് വരും. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റ ആള് കുടിയേൽക്കൂലേ? അതിപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം സ്പോൺസർ ചെയ്ത് നമ്മൾ ഹാജരാക്കുകയാണ്. അത് നമ്മൾ ഹാജരാക്കിനോട് ഇപ്പൊ നമ്മളെ താമേട്ടം പറഞ്ഞാല് അത് നടക്കും. കഴിഞ്ഞ പ്രാവശ്യമേ ഹാജരാക്കാനെ മോനോടാ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ മൂപ്പര് ഇവിടെ ഇല്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, ഏറ്റെടുക്കാതിരിക്കൂല.
അപ്പോ താമിയെ എന്തായാലും അബ്ബാസ് എന്റെ സുഹൃത്തല്ലേ, പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യേ ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് സദ്യക്കാ. അവരെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭാരം ഒഴിവാകും. ഭക്ഷണത്തിന്റെ കാര്യം സംസാരിക്കാൻ ഞാൻ ഏറ്റു. പിന്നെ ഷിജോ, ഈ ആ രാജേട്ടനും കൂടി വെടിക്കെട്ടിന്റെ കാര്യം കേൾക്കണം. അതെ, ഞാനും രാജനോട് സംസാരിച്ചിട്ട് അത് ഓക്കെ ആയിക്കൊണ്ട്. പിന്നെ വെടിക്കെട്ട് കേമാണ് കേട്ടോ. വെടിക്കെട്ടാണ് നമ്മുടെ ഈ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. നമ്മിന് പറഞ്ഞ മാതിരി കേട്ടോ. ഞാനത് അമ്പലത്തോട്ട് കയറട്ടെ. ആ ശരി ശരി. ഈ പേരിന് വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അപ്പാനെ ഇന്നലെ വൈകുന്നേരം കണ്ടീന്നേ. ഇപ്പൊ ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ രാത്രി അയ്യമ്മകോള് വിളിച്ചപ്പോണേ ഞാൻ എന്താ ബേജാറായി ആദ്യം. ഞാനിപ്പോ പെട്ടെന്ന് പോരാൻ വിചാരിച്ചല്ല, പോയിട്ട് ഇപ്പൊ 6 മാസം ആവണല്ലോ. അപ്പൊ ഇളച്ചന്റെ കാര്യം എനിക്കറിയില്ലേ. ഓൻ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിൽ പിന്നെയും കൊണ്ടുപോയി അഡ്മിറ്റ് ആയിക്കാം. കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോകുന്നതാണ്. ഇളച്ചന് പിന്നെ സീരിയസ് ആയോ? മൂപ്പര് എറണാകുളത്ത് ആയിരുന്നല്ലോ ഇജ്ജ് നാളെ വിളിച്ചപ്പോ പറഞ്ഞത്. ഇപ്പൊ ഈ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ. ഇപ്പൊ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി കൊണ്ടുപോയിട്ടാണ് അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത്. എന്താണ് കഴിക്കാൻ പറ്റുന്ന? ഒരു ലൈമും ഒരു ഓപ്പൺ ചായ എടുത്തു കേട്ടോ. ഒരു ലൈമ് ഒരു ഓപ്പൺ ചായ. എനിക്ക് എനിക്കൊന്ന് വിളിച്ചായിരുന്നോ? ആ ആസ്പത്രിക്ക് ഞാൻ പോയിരുന്നല്ലോ. ഇത്ര അടങ്ങാറായിട്ട് അവിടുന്ന് പോരേണ്ട ആവശ്യമില്ലല്ലോ. അതെടാ, അങ്ങനെ ചെന്ന് നോക്കണ കേസല്ല. ഓനൊരു മേജർ ഓപ്പറേഷൻ വേണം. അപ്പൊ അതിന് വലിയൊരു സംഖ്യ ചെലവുണ്ട്. അപ്പൊ ആ ഒരു കാര്യം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പോകുന്നത്. വലിയൊരു എമൗണ്ട് ചെലവുണ്ടല്ലേ? എടാ, ഇങ്ങനത്തെ അസുഖമൊക്കെ വന്നാ മാറുമോ? ചായ ഇവിടെ അല്ലേ? ചായ ലൈമ്. കഴിക്കാനെന്തെങ്കിലും വേണോ? വേണ്ട. അസുഖം മാറുക മാറൂല എന്നൊന്നും നമുക്കിപ്പോ നോക്കാൻ പറ്റില്ല. ചെറിയ പ്രായമാണ് പോൻ. 2 ചെറിയ കുട്ടികളും ഉണ്ട്. അവന്റെ അവസ്ഥ ഇപ്പൊ എനിക്ക് അറിയില്ലേ. അതൊക്കെ ശരി തന്നെയാണ്. ചെറിയ പ്രായം, സംഗതി പാവാണ്. മാറി കിട്ടിയാ മതി. അല്ല, നമ്മളിപ്പോ നേരെ വീട്ടിക്ക് പോവല്ലേ? അപ്പൊ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോയാ പോരെ? വീട്ടിൽ ഇപ്പൊ പോകണില്ലടാ, നേരെ ഹോസ്പിറ്റലിൽ പോവാണ്. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് പ്രശ്നം ഉണ്ടായിട്ട് പറയാനില്ല. വീട്ടിക്കൊന്ന് വിളിച്ചിറങ്ങണമെന്നുള്ളൂ. അല്ലടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നോവ എടുത്തുകൊണ്ട് പോന്നാലോ? ആ വണ്ടിന്റെ ആവശ്യമില്ല. നമുക്കിപ്പോ ഈ വന്ന വണ്ടിയായിട്ട് പോയാൽ മതി. ഇത് വീട്ടിൽ വേണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ നാളെ. ആയിക്കോട്ടെ. ടീച്ചറാ